കുഞ്ഞിന് കട്ടിയാഹാരം കൊടുക്കുന്ന സമയത്ത് ഏത് പ്രായത്തിലാണ് കൊടുത്തു തുടങ്ങേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ കൊടുക്കാം, എത്ര അളവിൽ കൊടുക്കണം, എത്ര നേരമാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അവോയ്ഡ് ചെയ്യേണ്ടതെന്നും എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. കുഞ്ഞിന് കട്ടിയാഹാരം തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് AAP റെക്കമെൻഡേഷൻ പ്രകാരം 6 മാസമാണ്. ഈ പ്രായത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് ദഹന വ്യവസ്ഥ വ്യത്യാസപ്പെടുന്നതും കുഞ്ഞിന് ദഹിക്കാനായിട്ട് തുടങ്ങുന്നതും. ഈ പ്രായത്തിൽ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ദ്രാവക രൂപത്തിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. അതായത് കുറുക്ക് ഫോമിലാണ് കുഞ്ഞിന് ആഹാരം കൊടുത്തു തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് മാത്രമാണ് കുഞ്ഞിന് കട്ടി ആഹാരമാക്കി കട്ടി എന്ന രൂപത്തിൽ ആക്കേണ്ടത്. ഇനി കുഞ്ഞിന് ഈ സമയത്ത് തന്നെയാണ് തലയ്ക്കും കഴുത്തിനുമൊക്കെ ഉറച്ച് വരുന്നതും. ഈ സമയത്താണ് കുഞ്ഞ് സപ്പോർട്ട് ഇല്ലാതെ ഇരിക്കാനായിട്ട് തുടങ്ങുന്ന സമയം. ആദ്യത്തെ 2 വയസ്സിൽ സമയത്താണ് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് 90% കംപ്ലീറ്റ് ആകുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി വികാസത്തിനായിട്ട് പ്രദാനം ചെയ്യുന്ന ഫുഡ്സ് ആദ്യ മാസങ്ങളിൽ തന്നെ കൊടുത്തു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ആദ്യത്തെ 2 വയസ്സിലാണ് 50% ഏകദേശം ഹൈറ്റ് പൂർത്തിയാകുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും മതിയായ അളവിൽ തന്നെ ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കുഞ്ഞുങ്ങൾക്ക് 6 മാസത്തിൽ ഫുഡ് കൊടുത്തു തുടങ്ങുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ സമയത്ത് കുഞ്ഞിന് അമ്മയുടെ പാലിൽ നിന്നുള്ള ന്യൂട്രീഷൻ വളരെയധികം കുറവാണ് കിട്ടുന്നത്. അതിൽ നിന്നുള്ള എനർജി 600 മുതൽ 800 കാലറി മാത്രമാണ് കുഞ്ഞിന് കിട്ടുന്നത്. ഇനിയുള്ള കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഈ എനർജി അത്യാവശ്യമായിട്ട് വരുന്നില്ല. കാരണം പിന്നീട് അങ്ങോട്ട് കുഞ്ഞുങ്ങൾക്ക് എനർജിയും കാലറിയും ആവശ്യത്തിലധികമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് മിൽക്കിൽ നിന്നുള്ള ന്യൂട്രീഷനിൽ അധികം കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായതുകൊണ്ട് കട്ടിയാഹാരം തുടങ്ങാനായിട്ട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് 6 മാസത്തിൽ കട്ടിയാഹാരം തുടങ്ങുന്നതിന് കോംപ്ലിമെൻ്ററി ഫീഡിംഗ് എന്നാണ് പറയുന്നത്. അതായത് മുലപ്പാലിനൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് കട്ടിയാഹാരവും കൊടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡിംഗ് എന്ന് പറയുന്നത്. കുഞ്ഞിന് 2 വയസ്സ് വരെയാണ് 90% ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. പിന്നീട് അങ്ങോട്ട് 10% മാത്രമാണ് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ല ഫുഡ് ഐറ്റംസ് തന്നെ ആദ്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത ഫുഡ് കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. എന്തൊക്കെ ഫുഡാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റിലായിട്ട് പറയുന്നുണ്ട്. മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. 2 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞിൻ്റെ 50% ഹൈറ്റിൻ്റെ, അതായത് ഉയരം എത്തുന്നതാണ്. അപ്പോൾ പിന്നീടുള്ള 50% പിന്നീടുള്ള വളർച്ചയ്ക്ക് കാലഘട്ടത്തിൽ മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ആദ്യത്തെ 2 വയസ്സ് വരെ നൽകുന്ന ഫുഡിന് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നവയാണ്. കുഞ്ഞിന് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നൽകാമെന്നുള്ളതിനെ പറ്റിയാണ് അടുത്തതായിട്ട് പറയുന്നത്. അതിനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതായത് ഒന്നാമത്തേത് ധാന്യങ്ങൾ, രണ്ടാമത്തേത് പഴങ്ങളും പച്ചക്കറികളും, മൂന്നാമത്തേത് പയറുവർഗ്ഗങ്ങൾ. ഒന്നാമത്തേത് ധാന്യങ്ങൾ അല്ലെങ്കിൽ സീരിയൽസ് എന്ന് പറയുന്നു. ഇതിൽ റാഗി, അരി, സൂചി, നുറുക്ക് ഗോതമ്പ് ഇവയൊക്കെ ഉൾപ്പെടുന്നു. ഫ്രൂട്ട്സിൽ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് ദഹിക്കുന്നതും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള പൾപ്പി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് നൽകേണ്ടത്. അതായത് ആപ്പിൾ, ബനാന, പിയർ, അവക്കാഡോ, മാങ്ങ ഇവയൊക്കെ നൽകാവുന്നതാണ്. വെജിറ്റബിൾസിൽ ക്യാരറ്റ്, പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, ബോട്ടിൽ ഗാർഡ്, പംകിൻ ഇവയൊക്കെ ഉടച്ച് വേവിച്ച് നൽകാവുന്നതാണ്. ലെൻറ്റിൽസ് അല്ലെങ്കിൽ പയർവർഗ്ഗങ്ങളിൽ ചെറുപയർ പരിപ്പാണ് ആദ്യമായിട്ട് നൽകേണ്ടത്. ഇനി എത്ര അളവിലാണ് കുഞ്ഞിന് ഫുഡ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ആദ്യ 2 ആഴ്ചകളിൽ 2 മുതൽ 3 സ്പൂൺ വരെയൊക്കെ കൊടുത്താൽ മതിയാവും. ആദ്യത്തെ ആഴ്ചകളിൽ കുഞ്ഞിനെ ഫോഴ്സ് ഫീഡ് ചെയ്യുകയോ കുഞ്ഞിന് ആവശ്യത്തിലധികം ഫുഡ് നൽകാനോ ശ്രമിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ്. കുഞ്ഞിന് ഫുഡുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണിത്. ഈ സമയത്ത് നിങ്ങൾ 4-5 സ്പൂൺ മാത്രം കുഞ്ഞിന് കൊടുത്ത് പിന്നീട് കുഞ്ഞിന് ടേസ്റ്റ് ഇഷ്ടമാകുന്നതനുസരിച്ച് കൂട്ടിക്കൊണ്ട് വരേണ്ടതാണ്. ഏകദേശം ഒരു 8 മാസം പ്രായമാകുമ്പോഴേക്കും കുഞ്ഞിന് ഒരു 1/4 കപ്പോളം ഫുഡ് നൽകാവുന്നതാണ്. 1 വയസ്സാകുന്ന സമയത്ത് 1/2 പ്ലേറ്റ് അല്ലെങ്കിൽ മുതിർന്നവർ കഴിക്കുന്നതിൻ്റെ പകുതിയോളം എത്തിക്കേണ്ടതാണ്. ഇതാണ് ശരിയായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി കുഞ്ഞിന് ഏത് കൺസിസ്റ്റൻസിയിലാണ് ഫുഡ് കൊടുക്കേണ്ടത്? ആദ്യം തുടങ്ങുന്ന സമയത്ത് കുഞ്ഞിന് സ്പൂണിൽ നിന്ന് വിട്ടുവരുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് കൊടുക്കേണ്ടത്. അതായത് കുറുക്കൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം പോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. സ്പൂണിൽ നിന്ന് പെട്ടെന്ന് ഒഴുകി പോകാത്ത രീതിയിലാണ് കൺസിസ്റ്റൻസി വേണ്ടത്. തീരെ വെള്ളം പോലെ ആയാലും കുഞ്ഞ് കുടിക്കാനായിട്ട് താല്പര്യം കാണിക്കുകയില്ല. അതുപോലെ തന്നെ വെള്ളം കൂടുതലായാലും ന്യൂട്രിയൻ ഡെൻസിറ്റിയും കുറയുന്നതാണ്. പിന്നീട് അങ്ങോട്ട് 8 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞിന് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുഞ്ഞിന് കട്ടി ആയിട്ടുള്ള രീതിയിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഏകദേശം 9 മാസമൊക്കെ പ്രായമാകുന്ന സമയത്ത് കുഞ്ഞിന് ഫിംഗർ ഫുഡ്സ് ആയിട്ട്, അതായത് ചെറിയ രീതിയിൽ ദോശ, ചപ്പാത്തി ഇവയൊക്കെ സോഫ്റ്റ് ആയിട്ട് ഉടച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് എത്തിക്കാവുന്നതാണ്. ഇനി
അടുത്തതായിട്ട് പറയുന്നത് കുഞ്ഞിന് എങ്ങനെയൊക്കെയാണ് ഫുഡ് കൊടുക്കേണ്ടത്. ആദ്യ മാസങ്ങളിൽ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഒറ്റ ധാന്യങ്ങളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് ആദ്യത്തെ ഒരാഴ്ച റാഗി, പിന്നീട് അരി, സൂചി, നുറുക്ക് ഗോതമ്പ് ഇവയൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള ഫുഡുകൾ കൊടുക്കാവുന്നതാണ്. പിന്നീടാണ് രണ്ട് ഫുഡ്സ് തമ്മിൽ മിക്സ് ആക്കി കൊടുക്കാവുന്നത്. അതായത് റാഗിയോടൊപ്പം ആപ്പിള്, പഴം, പിയർ, അവക്കാഡോ ഇവയൊക്കെ മിക്സ് ആക്കി പിന്നീടുള്ള ആഴ്ചകളിൽ കൊടുക്കാവുന്നതാണ്. ആദ്യത്തെ 2 ആഴ്ചകളിൽ ഓരോ ഫുഡും മാറ്റി മാറ്റി ആദ്യ 3 ദിവസങ്ങളിൽ കൊടുത്തിട്ട് പിന്നീട് അടുത്ത ന്യൂ ഫുഡ്സ് കുഞ്ഞിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ഫുഡ്സും കുഞ്ഞിന് അലർജി ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം കുഞ്ഞുങ്ങൾക്ക് 2ഓ അതിൽ കൂടുതലോ ഫുഡ് മിക്സ് ചെയ്ത് നൽകാവുന്നതാണ്. ആദ്യമേ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞ് ടങ് ത്രസ്റ്റ് റിഫ്ലെക്സ് കാരണം ഫുഡ് പുറത്തു തള്ളുന്നതായിട്ട് കാണാൻ കഴിയും. ഇത് കുഞ്ഞിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടോ താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ല, ഇത് നോർമൽ ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്. കുഞ്ഞിന് അകത്തേക്ക് എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് പുറമേ നാവ് കൊണ്ട് തള്ളാനായിട്ട് ശ്രമിക്കുക എന്നത് കോമൺ ആയിട്ടുള്ള റിഫ്ലെക്സ് തന്നെയാണ്. ഇത് കാരണം നിങ്ങൾ കുഞ്ഞിന് ഫുഡ് കഴിക്കാൻ താല്പര്യമില്ലെന്നോ മറ്റു ഫുഡ് കൊടുക്കാതിരിക്കുകയോ ചെയ്യരുത്. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, എല്ലാ കുഞ്ഞുങ്ങളിലും കാണാനായിട്ട് സാധിക്കും. ഇനി കുഞ്ഞിന് കൊടുക്കുന്ന ഫുഡിൽ കാലറി കണ്ടന്റ് കൂടാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾക്ക് നട്ട്സ് പൗഡർ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് കാഷ്യൂ നട്ട്, വാൾനട്ട്, പിസ്ത, ബദാം ഇവയൊക്കെ നല്ല ഫാറ്റ് സോഴ്സസും അതുപോലെ തന്നെ ബുദ്ധി വളർച്ചയ്ക്കും നല്ല ആഹാരം കൂടിയാണ്. ഇത് കാലറി കണ്ടന്റും വെയിറ്റ് ഗെയിനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ്സാണ്. അതുപോലെ തന്നെ കുഞ്ഞിന് കൊടുക്കുന്ന ഫുഡിലും കുറുക്കിലും ഒക്കെ ആയിട്ട് 1/2 സ്പൂൺ മുതൽ 1 സ്പൂൺ വരെ ഓരോ പ്രാവശ്യവും ഗീ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ ഇവയൊക്കെ ആഡ് ചെയ്യാം. ഇത് ഫാറ്റ് കണ്ടന്റിന് നല്ല ഫുഡാണ്. അതുപോലെ തന്നെ അവക്കാഡോയും നല്ല ഫാറ്റി ആയിട്ടുള്ള ഫുഡാണ്. ഇതും വെയിറ്റ് ഗെയിനായിട്ട് സഹായിക്കുന്നു. ഇനി കുഞ്ഞിന് 6 മാസത്തിന് ശേഷം കൊടുക്കാൻ പാടില്ലാത്ത ഫുഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഹണിയാണ്. ഹണിയിൽ ബോട്ടുലിസം എന്ന ഇൻഫെക്ഷൻ കാരണമാകുന്ന കണ്ടന്റ് അടങ്ങിയിരിക്കുന്നു. അതിനാൽ 6 മാസമുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഹണി കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ പശുവിൻ പാലിനെ പറ്റി നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് അലർജി, കഫക്കെട്ട്, കോൺസ്റ്റിപ്പേഷൻ, ലൂസ് മോഷൻ ഒക്കെ വരാനുള്ള ചാൻസ് കൂടും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് അനീമിയ വരാനുള്ള ചാൻസും കൂടുതലാണ്. അതായത് അയൺ കണ്ടന്റ് കുറവായതിനാൽ വിളർച്ച വരാനുള്ള സാധ്യത കൂട്ടുന്നു. എന്നാൽ നിങ്ങൾക്ക് കുറുക്കിനോടൊപ്പമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ കുറച്ച് പാല് ചേർക്കാവുന്നതാണ്. പക്ഷേ പാല് ഒറ്റയ്ക്കായിട്ട് കൊടുക്കുന്നത് തീരെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. മൂന്നാമത്തേതാണ് ചോക്ലേറ്റ്, ഷുഗർ ഇവയൊക്കെ. ഇത് കുഞ്ഞുങ്ങൾക്ക് തീർത്തും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇത് കുഞ്ഞുങ്ങളുടെ ദന്താരോഗ്യത്തിനും അതുപോലെ തന്നെ ഒബിസിറ്റി ഒക്കെ വരാനുള്ള ചാൻസ് കൂട്ടുന്നു. അടുത്തതാണ് ഫ്രൂട്ട് ജ്യൂസസ്. കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഫ്രൂട്ട്സ് ജ്യൂസസ് ആക്കി കൊടുക്കരുത്. ഇതിൽ ഷുഗർ കണ്ടന്റ് കൂടുതലും അതുപോലെ തന്നെ ഫൈബർ നഷ്ടമാകുന്നതുമാണ്. അതിനാൽ തന്നെ കോൺസ്റ്റിപ്പേഷൻ വരാനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണമൊന്നും കുഞ്ഞുങ്ങൾക്ക് കിട്ടാനുമുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഫ്രൂട്ട്സ് പ്യൂരിയാക്കിയോ പൾപ്പാക്കിയോ മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞുങ്ങൾക്ക് 6 മാസത്തിന് ശേഷം എന്തൊക്കെ ആഹാരങ്ങൾ കൊടുക്കാം, എത്ര തവണ വീതം കൊടുക്കാം, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് സംസാരിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്